Hi everyone, this is Abin from Evika. അങ്ങനെ നമ്മുടെ iOS 16.1.1ന്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് 1.1 GB-ലാണ് നമ്മുടെ ഐഫോൺ 13-ൽ. അത് പല ഡിവൈസിലും പല സൈസിലായിട്ടായിരിക്കും വരുന്നത്. ആ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ആപ്പിൾ ഈ ഒരു iOS 16 സപ്പോർട്ടായ എല്ലാ ഡിവൈസിനും ഈ ഒരു അപ്ഡേഷൻ നമുക്കിപ്പോൾ പുഷ് ചെയ്തിട്ടുണ്ട്. ഐഫോൺ 8 മുതൽ ഐഫോൺ 14 Pro Max ഉള്ള എല്ലാ ഡിവൈസിലും ഈ ഒരു അപ്ഡേഷനും ലഭിക്കുന്നതാണ്. പിന്നീട് നിങ്ങൾ iOS 16.2 ബീറ്റ ടെസ്റ്റ് റണ്ണറാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേഷൻ കാണാൻ പറ്റില്ല. കാരണം നിങ്ങൾ ഇതിൻ്റെ തൊട്ട് പൊക്കത്തുള്ള അപ്ഡേഷൻ ആയതുകൊണ്ട് തന്നെയാണ് ഈ ഒരു അപ്ഡേഷൻ നിങ്ങളുടെ ഫോണിൽ ലഭിക്കാത്തത്. അതോടൊപ്പം തന്നെ ആപ്പിൾ iPadOS 16.1.1 റിലീസ് ചെയ്യുന്നുണ്ട്, macOS 13.0.1 റിലീസ് ചെയ്യുന്നുണ്ട്. യെസ്റ്റർഡേ iOS 16.2 ബീറ്റ 2ഉം നമുക്കിപ്പോൾ റിലീസായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു iOS 16.1.1 പറയുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് വരുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സ് ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്കറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പം തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാം. തുടക്കം തന്നെ നമുക്ക് ഈ ഒരു അപ്ഡേറ്റിൻ്റെ ബിൽ നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ നേരെ സെറ്റിങ്സിലേക്ക് പോവാം. സെറ്റിങ്സിൽ പോയിട്ട് നമ്മുടെ ജനറൽ എബൌട്ട് സെക്ഷനിൽ പോയി നമ്മുടെ സോഫ്റ്റ് വേർഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും 20B101 എന്ന് നമ്മുടെ ഈ ഒരു iOS 16.1.1ൻ്റെ ഒഫീഷ്യൽ ബിൽ നമ്പറാണ് നമുക്ക് ഈ കാണാൻ പറ്റുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു അപ്ഡേഷൻ പുതിയ മോഡേൺ ഫോമിൻ്റെ അപ്ഡേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ നെറ്റ്വർക്കിന് എന്തെങ്കിലും ഒരു കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ആ ഒരു കംപ്ലയിൻറ്റ് അതിൽ തന്നെ ചിലപ്പോൾ നിൽക്കാൻ ചാൻസ് ഉണ്ട്. ആ ഒരു അപ്ഡേഷൻ ആപ്പിൾ ഇതിൽ കൊണ്ടുവന്നിട്ടില്ല. പിന്നീട് വന്ന ആദ്യത്തെ മാറ്റം എന്ന് ചോദിക്കുന്നത് നമ്മുടെ വാലറ്റ് ആപ്പിലാണ്. വാലറ്റ് ആപ്പിൽ നമ്മുടെ ഈ ഒരു അമേരിക്കൻ സിറ്റിസൻസായ ആൾക്കാർക്ക് കോളറാഡോയിൽ ഇപ്പോൾ നമ്മുടെ ഡ്രൈവർ ലൈസൻസ് ആഡ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. അടുത്ത വന്ന മാറ്റം നമ്മുടെ ഈ പറഞ്ഞ ചൈനയിലാണ്. ചൈനയിൽ വന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എയർ ഡ്രോപ്പിൽ നമുക്കിപ്പോൾ ചെറിയ മാറ്റം ചൈനയിൽ മാത്രം വന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള എല്ലാ ഐഫോണിലും നമുക്ക് റിസീവിങ് ഓഫ് ചെയ്യാം, കോണ്ടാക്ട്സ് ഓൺലി ഇടാം, പിന്നീട് എവറി വൺ എന്ന ഓപ്ഷനാണ്. പക്ഷേ ചൈനയിൽ ഇനി മുതൽ എവറി വൺ ഫോർ 10 minutes എന്ന ഓപ്ഷൻ ആയിരിക്കും നമുക്കിനി ഇടാൻ പറ്റുന്നത്. കാരണം കുറച്ച് സെക്യൂരിറ്റിയും പ്രൈവസി റീസൺ കാരണമാണ് ആപ്പിൾ 10 മിനിറ്റുള്ള എവറി വൺ ഓൺ ചെയ്യുന്നതും അതിനുശേഷം നേരത്തെ ഉണ്ടായ ആ ഒരു സെറ്റിങ്സിലേക്ക് ഓട്ടോമാറ്റിക്കലി തിരിച്ചു പോകുന്നതായിരിക്കും. ഈ രണ്ട് അപ്ഡേഷൻസാണ് ഇപ്പോൾ ആപ്പിൾ iOS 16.1.1ൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു 10 minutes ഓപ്ഷൻ ചൈനയിൽ മാത്രമായിട്ടാണെന്ന് ഇപ്പോൾ നമ്മൾ അറിയുന്നത്. വേറെ ഏതെങ്കിലും കൺട്രികളിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്കറിയാമെങ്കിൽ നമ്മുടെ വീഡിയോയുടെ തൊട്ട് താഴത്ത് എന്തായാലും കമൻറ്റ് ചെയ്യേണ്ടതാണ്. അടുത്താണ് നമ്മുടെ സെക്യൂരിറ്റി അപ്ഡേറ്റ് എന്ന് പറയുന്നത്. സെക്യൂരിറ്റി അപ്ഡേറ്റിൻ്റെ ലിങ്ക് ഞാൻ തൊട്ട് താഴത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ഒരു സെക്യൂരിറ്റി അപ്ഡേറ്റ് നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നതാണ്. നമ്മൾ നേരെ താഴത്തേക്ക് പോകുമ്പോൾ ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും iOS 16.1.1 ആൻഡ് iPadOS 16.1.1. നമ്മൾ നേരെ ടാപ്പ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഇതിൽ വന്നിരിക്കുന്ന സെക്യൂരിറ്റി അപ്ഡേറ്റ് എന്തൊക്കെയാണ് ഇവിടെ ആപ്പിൾ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു അപ്ഡേഷനിൽ വന്ന ബഗ് ഫിക്സസ് എന്താണെന്ന് വെച്ചാൽ ആപ്പിൾ അത് ഇപ്പോഴും അഡ്രസ്സ് ചെയ്ത് പറഞ്ഞിട്ടില്ല നമ്മുടെ ഒരു വൈഫൈയുടെ ഇഷ്യൂ. അതായത് എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വൈഫൈ ഇടയ്ക്കിടയ്ക്ക് ഓഫായി പോകുന്ന ഒരു ടെൻഡൻസി നേരത്തെ ഉണ്ടായ അപ്ഡേഷനിലുണ്ടായിരുന്നു. ആ ഒരു ഇഷ്യൂ ആപ്പിൾ അപ്ഡേറ്റ് ചെയ്തോ എന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല. പക്ഷേ ബൈ ഫോർ ഫ്യൂച്ചർ നമ്മൾ ഈ ഒരു അപ്ഡേഷനിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ മനസ്സിലാവും ആ ഒരു ഇഷ്യൂ റിസോൾവ് ആയിട്ടുണ്ടോ എന്ന്. ആപ്പിൾ ഒരു സ്ഥലത്ത് അത് മെൻഷൻ ചെയ്തിട്ടില്ല, അത് ഞാൻ ഒന്നും കൂടെ എടുത്തു പറയുകയാണ്. അതേപോലെ തന്നെ സ്ക്രീനിൻ്റെ ഫ്ലിക്കറിങ് ഇഷ്യൂവും നമുക്ക് കുറേ പേർക്കുണ്ടായിരുന്നു. അത് iOS 16.1ൽ കുറേ കൂട്ടുകാർക്ക് അത് റിസോൾവ് ആയിട്ടുണ്ട്, കുറച്ച് കൂട്ടുകാർക്ക് അത് ചിലപ്പോഴും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആ ഒരു സ്ക്രീൻ ഫ്ലിക്കറിങ് ഇഷ്യൂവും വരുന്ന ഈ ഒരു അപ്ഡേറ്റിൽ മാറിയിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. അടുത്തൊരു ബഗ് ഫിക്സും അതേപോലെ ഒരു ബഗ്ഗും ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ സ്റ്റോറേജ് ഇഷ്യൂ ആണ് ഞാൻ പറയാൻ പോകുന്ന ആ ഒരു ബഗ്ഗും ബഗ് ഫിക്സും. കുറേ കൂട്ടുകാർക്ക് ഈ ഒരു പ്രശ്നം റിസോൾവ് ആയിട്ടുണ്ട്. കറക്റ്റ് ആ ഒരു സ്റ്റോറേജിൻ്റെ വാല്യൂവും അതേപോലെ ആപ്പുകളുടെ സൈസും കാണിക്കുന്നുണ്ട്. കുറേ കൂട്ടുകാർക്ക് ഇപ്പോഴും ഈ ഒരു സ്റ്റോറേജിൻ്റെ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴും എൻ്റെ ഐഫോൺ 11ൽ ഈ ഒരു സ്റ്റോറേജ് എടുക്കുമ്പോൾ കറക്റ്റായിട്ട് ഉള്ള ആ ഒരു വാല്യൂ അല്ല കാണിക്കാറ്. ഇപ്പം നമ്മൾ നേരെ താഴത്തേക്ക് പോവുകയാണെങ്കിൽ എൻ്റെ iOS ഡാറ്റ എന്ന് പറയുന്നത് 9.22 GB ആണ്. നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നതാണ്.
നമ്മുടെ സിസ്റ്റം ഡാറ്റ എന്ന് പറയുന്നത് 49.66 GB ഈ ഒരു സിസ്റ്റം ഡാറ്റ ഇപ്പോൾ റൺ ചെയ്യുന്നത്. അതായത് ഏകദേശം 50 GB ഈ ഒരു സിസ്റ്റം എൻ്റെ ഡിവൈസിൽ സ്റ്റോറേജ് ഫുള്ള് കൺസ്യൂം ചെയ്യുന്നുണ്ടെന്നാണ് ഇപ്പോൾ ഈ ഒരു ഡിവൈസിൽ കാണിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ചില കൂട്ടുകാർക്ക് ഇവിടെ ഈ ഒരു സിസ്റ്റം ഡാറ്റ ലോഡ് ചെയ്യുന്നില്ല, ഫെച്ച് ചെയ്യുന്നില്ല, 0 KB എന്ന രീതിയിലാണ് കാണിക്കുന്നത്. ചില കൂട്ടുകാർക്ക് ഇതേപോലെ ഹയർ എമൗണ്ട് ആയിട്ടും കാണിക്കുന്നുണ്ട്, ചില കൂട്ടുകാർക്ക് ഇത് ആക്യുറേറ്റ് ആയിട്ടും കാണിക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു ബഗ് ഫിക്സും ഉണ്ട്, ഇതിലൊരു ബഗ്ഗും ഉണ്ട്. അത് കുറേ കൂട്ടുകാർക്ക് ആ ഒരു പ്രശ്നം വരുന്നുണ്ട്. ആസ് ഓഫ് നൗ ഞാൻ ഈ ഒരു ഡിവൈസിൽ iOS 16.1.1 ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷമുള്ള പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്കുള്ള ഡീസൻ്റ് ആയ പെർഫോമൻസ് എനിക്ക് ഈ ഡിവൈസിന് ലഭിക്കുന്നുണ്ട്. അതേപോലെ ക്യാമറ ലോഞ്ചിങ്ങിൻ്റെ അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ടുണ്ട്. മിക്ക ആപ്സുകളും അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട് തന്നെ ലോഡ് ചെയ്യുന്നുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഈ കാണുന്നതൊക്കെ ഇൻ്റർനെറ്റിൻ്റെ ആയതുകൊണ്ടാണ് ആ ചെറിയ ലോഡിങ് വരുന്നത്. അല്ലാത്ത പക്ഷം എല്ലാ ആപ്പുകളും അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട് തന്നെ നമുക്കിപ്പോൾ ഓപ്പൺ ആവുന്നുണ്ട്. പിന്നീട് ബാറ്ററിയുടെ പെർഫോമൻസിൻ്റെ കാര്യം പറയുമ്പോൾ ബാറ്ററി പെർഫോമൻസ് ഞാൻ എൻ്റെ കൂട്ടുകാരോട് എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്. നമ്മളൊരു OS ഇൻസ്റ്റാൾ ചെയ്തു, അപ്പോൾ തന്നെ ഒരാൾക്കും ആ ഒരു ബാറ്ററി പെർഫോമൻസ് പറയാൻ പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ വായ തോന്നിയ പോലെ അത്യാവശ്യം നല്ല ബാറ്ററി പെർഫോമൻസ് ഉണ്ടെന്നൊക്കെ പറയാം, പക്ഷേ അത് ആക്യുറേറ്റ് ആയിരിക്കില്ല. നമ്മളൊരു OS ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ 2-3 ദിവസമൊക്കെ യൂസ് ചെയ്യുമ്പോൾ, അത് ഔട്ട്ഡോർ ആയിക്കോട്ടെ ഇൻഡോർ ആയിക്കോട്ടെ, നമ്മൾ യൂസ് ചെയ്യുമ്പോഴേക്കും ആ ഒരു ഡിവൈസിൽ ആ ഒരു OS ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷമുള്ള ബാറ്ററി പെർഫോമൻസ് എങ്ങനെയാണെന്ന് നമുക്കൊരു റഫ് ഫിഗർ ആയിട്ടെങ്കിലും കിട്ടുന്നത്. ഇപ്പോൾ ഈ ഒരു ഡിവൈസിൻ്റെ ബാറ്ററി പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 89% ആണ്. അത്യാവശ്യം നല്ലൊരു ബാറ്ററി പെർസെൻറ്റേജ് എനിക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. പിന്നീട് ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഈ ഒരു iPhone 13 നമ്മൾ ക്ലീൻ എനർജി ചാർജിങ് എന്ന ഓപ്ഷനും വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് US മാത്രമായിട്ടായിരുന്നു ആ ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത്, പക്ഷേ ഇപ്പോൾ ഇന്ത്യയിലും നമ്മുടെ iPhone 13 എനിക്കിത് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ iPhone 13 അതേപോലെ എല്ലാ iOS 16 സപ്പോർട്ട് ഡിവൈസിൽ ഇത് വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്തിട്ടുള്ള തേർമൽ മാനേജ്മെൻറ്റ് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് അത്യാവശ്യം നല്ല തേർമൽ മാനേജ്മെൻറ്റ് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഡിവൈസ് ഞാനിപ്പോൾ നമ്മുടെ ചാർജ് കുത്തിയിട്ടാണ് അപ്ഡേറ്റ് ചെയ്തത്. അതുകൊണ്ട് മാത്രമാണ് ഈ ക്യാമറ മോഡ്യൂളിൻ്റെ ഭാഗത്തും ഈ ഒരു ബാറ്ററി മോഡ്യൂളിൻ്റെ ഭാഗത്തും ചെറിയൊരു വാംത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്കറിയാവുന്ന പോലെ ബാറ്ററി കുത്തിയിട്ടിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടാണ് ആ ഒരു ചൂട് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു സൈഡ് ബാറിലൊന്നും എനിക്ക് ചൂട് അധികമായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. നമ്മുടെ ഫോൺ യൂസ് ചെയ്യുമ്പോൾ ആ ഒരു മിനിമൽ വാംത്ത് മാത്രം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിക്കുള്ള തേർമൽ മാനേജ്മെൻറ്റും ഈ ഒരു അപ്ഡേഷനിൽ ആപ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ എല്ലാ കൂട്ടുകാരും ചോദിക്കുന്ന വേറെ കാര്യമാണ് നമ്മുടെ iOS 16.2 എന്നായിരിക്കും റിലീസ് ആവുന്നതെന്ന്. നമുക്ക് ഇന്നലെ ആയിരുന്നു iOS 16.2 ബീറ്റ 2 നമുക്ക് റിലീസായത്. ആപ്പിൾ ഇപ്പോൾ വീക്കിലി അപ്ഡേഷൻ സൈക്കിൾ ആയതുകൊണ്ട് തന്നെ ഓരോ വീക്കിലും ഓരോ ബീറ്റ സ്വിച്ച് വരാനും നമുക്ക് ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്കൊരു മിഡ് ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്കുമായിരിക്കും ഈ ഒരു iOS 16.2 ഒഫീഷ്യൽ അപ്ഡേറ്റ്. അതൊരു ക്രിസ്മസ് മന്ത് ആയതുകൊണ്ട് ആപ്പിളിലെ എംപ്ലോയീസ് ഓഫ് എടുക്കാനും ലീവ് അയക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഡിസംബർ പകുതി അതിനാവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ ഒരു iOS 16.2 ഒഫീഷ്യലായിട്ട് ലഭിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ iOS 16.1.1 പുതിയ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന ഓരോ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേഷനും നിങ്ങൾക്ക് ലഭിക്കുകയും അത് നിങ്ങൾ മറന്നു പോകാതെ കാണുകയും ചെയ്യും. അതോടൊപ്പം ഞാൻ നിങ്ങളെ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് വരുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സ് ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്കും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പം തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാം. അതോടൊപ്പം നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴിയും അപ്ഡേഷൻസും എന്നോട് സംസാരിക്കുന്നതാണെങ്കിലും എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡിയും ഞാൻ തൊട്ട് താഴത്ത് കൊടുക്കുന്നുണ്ട്. ഗോ ഫോളോ മീ ഇൻ ഇൻസ്റ്റാഗ്രാം ടു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ഓൾ വീഡിയോ. This is Abin Xavier signing from Evika.